നമസ്കാരം. പേരാമ്പ്രയിലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കും ഉണ്ടായ ഷാഫിക്ക് പറമ്പിൽ നേരെയുള്ള അക്രമം വളരെ ആസൂത്രിതമാണെന്നും അത് ഷാഫി പറമ്പിലിന് ഒരു പരിക്ക് പറ്റിയത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല എന്നും ഷാഫിയെ കൊല്ലാൻ വേണ്ടിയാണ്, അതായത് ഷാഫിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് പോലീസും CPM-ഉം ഒത്തുകളിച്ചത് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നത്. കോൺഗ്രസിന്റെ വെറുതെ ഒരു ആരോപണം മാത്രമല്ല, അതിന് നിർണായകമായ ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിടുന്നുണ്ട്. അതായത് പേരാമ്പ്രയില് സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിനിടയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് പരിക്കുണ്ടായി എന്നാണ് CPM നേതൃത്വം പോലീസും പറഞ്ഞിരുന്നത്. ആ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞത് കോൺഗ്രസ് ആണ് എന്നും ആരോപിച്ചിരുന്നു. അത്തരത്തിൽ വലിച്ചെറിഞ്ഞപ്പോൾ അതിനിടയിൽ പരിക്ക് പറ്റിയതാകാം, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ അക്രമം ഉണ്ടായപ്പോൾ അതിനിടയിലേക്ക് ടിയർ ഗ്യാസോ ഗ്രനേഡോ ഒക്കെ എറിഞ്ഞ സമയത്ത് പരിക്ക് പറ്റിയതാകാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഷാഫി പറമ്പിലിനെ വകവരുത്താൻ വേണ്ടി, അതായത് CPM-ന്റെ ഇപ്പോഴത്തെ ഒരു നിലപാടിൽ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ശത്രു തന്നെയാണ്. അതായത് ഏറ്റവും വലിയ പ്രതിസന്ധി ഷാഫി പറമ്പിലാണ്. അതുകൊണ്ട് തന്നെ TPA ഇല്ലാതാക്കിയതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ ഇല്ലാതാക്കുക, അതിനെ ബോധപൂർവം ഒരു അക്രമം ഉണ്ടാക്കുക, അതിനുവേണ്ടി പോലീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസും CPM പ്രവർത്തകരും ചേർന്ന് കളിച്ചിട്ടുള്ള ഒരു പരാക്രമമായിരുന്നു അവിടെ നടന്നത് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ആരോപിക്കുന്നത്. പേരാമ്പ്രയിൽ സംഘർഷത്തിനിടയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചെറിഞ്ഞതല്ല, മറിച്ച് അത് പോലീസിന്റെ കയ്യിൽ ഗ്രനേഡ് അതുപോലെ എല്ലാം ഉണ്ടായിരുന്നു. സ്ഫോടക വസ്തു മറച്ചു പിടിക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇത് പോലീസ് തന്നെ സ്ഫോടക വസ്തു എറിഞ്ഞെന്നാണ്. മാത്രമല്ല അവിടെ ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും CPM അനുഭാവികൾ അവിടെ ആയുധം വെച്ച് കാത്തിരിക്കുന്നുവെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ കോൺഗ്രസ് പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പേരാമ്പ്ര സംഘർഷത്തിനിടയിൽ അവിടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് കോൺഗ്രസുകാർ വലിച്ചെറിഞ്ഞു എന്ന് CPM നേതൃത്വം പറയുമ്പോൾ, അല്ലെങ്കിൽ CPM-കാർ പറയുമ്പോൾ, അവിടെ CPM പ്രവർത്തകരിൽ ആയുധം ഉണ്ടായിരുന്നുവെന്നും പോലീസാണ് സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതായത് കോൺഗ്രസുകാരെ വകവരുത്തുക, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആയുധങ്ങൾ കൈക്ക് വന്നത്. ഷാഫി പറമ്പിലിനെ കൊല്ലുക എന്നത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി മനഃപൂർവ്വം അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ പോലീസും CPM-ഉം ഒത്തുകളിച്ചത് എന്നാണ് ദൃശ്യങ്ങളുടെ ആ തെളിവ്, അവർ പുറത്തുവിടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമർത്ഥിക്കുന്നത്. അവിടെ അക്രമ പ്രവർത്തനം ഉണ്ടായപ്പോൾ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ സംയമനം പാലിച്ചത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ ഷാഫി പറമ്പിലിനെ എന്തി അടിക്കുന്ന ഒരു അടിയിൽ അത് അവസാനിച്ചു. പക്ഷെ ആ സമയത്തും കോൺഗ്രസ് പ്രവർത്തകർ ഒരുപക്ഷെ കൂടുതൽ പ്രകോപിതരായിരുന്നുവെങ്കിൽ, അതായത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രകോപിതരാവാതെ നിന്നതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ അടിക്കുന്നത്, അങ്ങനെയെങ്കിലും ഒരു പ്രകോപനം അവിടെ ഉണ്ടാക്കുക. അത്തരത്തിൽ പ്രകോപിതരായാൽ മാത്രമേ അവരുടെ കയ്യിൽ വെച്ചിട്ടുള്ള ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കാൻ പറ്റൂ, അവരുടെ കയ്യിലുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കാൻ പറ്റൂ, പോലീസിനും അവരുടെ കയ്യിലുള്ള സ്ഫോടക വസ്തുക്കൾ എറിയാൻ പറ്റൂ, ഷാഫി പറമ്പിലടക്കം അവരുടെ പ്രതിയോഗികളെ കൊലപ്പെടുത്താൻ പറ്റൂ, അല്ലെങ്കിൽ അവരെ ഗുരുതരമായി പരിക്ക് പറ്റിക്കാൻ പറ്റൂ. അതൊക്കെ ആയിരുന്നു അവരുടെ ലക്ഷ്യം. അവിടെ കോൺഗ്രസ് പ്രവർത്തകർ സംയമനം പാലിച്ചതുകൊണ്ട് CPM-ന്റെ ഈ ദുരുദ്ദേശം പോലീസും CPM ചേർന്നിട്ടുള്ള ആ കൂട്ടുകെട്ടിന്റെ ദുരുദ്ദേശം നടന്നില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകര് നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു. ഗ്രനേഡിന് പുറമെ ടിയർ ഗ്യാസും എറിഞ്ഞതിന് പിന്നാലെയാണ് സ്ഫോടനം നടക്കുന്നത്, പോലീസ് സ്ഫോടക വസ്തു എറിയുന്നത്. പ്രകോപനമുണ്ടാക്കിയത് പോലീസാണ് എന്ന് കോൺഗ്രസ് അപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. ആ വാർത്തയിൽ അവർ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. കാരണം അവിടെ കോൺഗ്രസ് നേതൃത്വം യാതൊരു വിധത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ല, ടിയർ ഗ്യാസിനും ഗ്രനേഡിന് പുറമെ പോലീസിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തു പിറകിൽ ഒളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്, കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടിട്ടുണ്ട്. സ്ഫോടനത്തിന് മുമ്പ് തന്നെ CPM പ്രവർത്തകർ ആയുധമായി നിൽക്കുന്നു എന്നുള്ള വിവരം DSP സുനിൽകുമാർ തന്നെ അറിയിച്ചിരുന്നുവെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ CPM പ്രവർത്തകർ ആയുധം കൊണ്ട് നിൽക്കുന്നുണ്ട്, പോലീസുകാർ അവരെ സഹായിക്കാൻ നിൽക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസിൽ അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളവരെ വകവരുത്താൻ വേണ്ടി തന്നെ മനഃപൂർവ്വം അവിടെ ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയായിരുന്നു എന്ന് തെളിവാണ്. ഷാഫി പറമ്പിൽ വടകരയിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് തന്നെ CPM-ന് ക്ഷീണമാണ് അവിടെ. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഒരു സംഘർഷം ഉണ്ടാക്കുകയും ഒരുപക്ഷെ UDF-ന്റെ പ്രവർത്തകർക്ക് ജീവാപായം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പ്രകോപനങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടും അവിടെ കോൺഗ്രസ് പ്രവർത്തകർ സംയമനം പാലിച്ചതും ഒരു സംഘർഷം ഉണ്ടാകും എന്നുള്ളൊരു പോകുന്ന സാഹചര്യത്തിൽ അത് തടയിടാൻ വേണ്ടി ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ അതിന്റെ മുൻനിരയിലേക്ക് കടന്നു വന്നതും ഈ തക്കം മുതലെടുത്തുകൊണ്ട്, അതായത് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നില്ല,
സംഘർഷം ഉണ്ടായാലേ ഈ ബന്ധപ്പെട്ട ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റൂ, ഗ്രനേഡ് എറിയാൻ പറ്റൂ, അതുപോലെ സ്ഫോടക വസ്തു എറിയാൻ പറ്റൂ, അതുപോലെ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കാൻ പറ്റൂ. അതിനുവേണ്ടിയാണ് ഷാഫി പറമ്പലിനെ മനഃപൂർവ്വം തലയിലേക്ക് പോലീസുകാരൻ അടിക്കുന്നത്. മാത്രമല്ല, ഈ പോലീസുകാരൻ അടിച്ചതിന് ശേഷം പിൻനിരയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തിരുന്നു എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്, ആ സമയത്ത് പറയുന്നത്. കാര്യം പിന്നെ ആ പോലീസുകാരൻ ആരും കണ്ടിട്ടില്ല. സി പി എം പ്രവർത്തകരും പോലീസും നിന്നിരുന്ന ആ ഭാഗത്ത് നിന്നാണ് സ്ഫോടക വസ്തു വന്ന് വീണത്. പ്രകടനത്തിനിടയിൽ സ്ഫോടക വസ്തു എറിഞ്ഞു, അതായത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 700ഓളം പേർക്കെതിരെയാണ് കേസ്. 700 പേർക്കെതിരെ കേസെടുത്തതിൽ ഷാഫി പറമ്പലിനെ 1ാം പ്രതിയാക്കിയിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. പോലീസിനെ ആക്രമിച്ചതും മറ്റും അല്ലെങ്കിൽ അവരുടെ മറ്റു മാർഗതടസ്സവും എല്ലാം കൂടി സാധാരണ ഒരു സമരത്തിൽ ഉണ്ടാകുന്ന സാധാരണ കേസുകൾ, ആ കേസുകൾ ഒന്ന് ബലപ്പെടാൻ വേണ്ടി പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞു അല്ലെങ്കിൽ അവിടെ സ്ഫോടക വസ്തു പ്രയോഗിച്ചു എന്ന മറ്റൊരു കേസും കൂടി ഇവർക്കെതിരെ എടുത്തിട്ടുണ്ട്. അതൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം പിന്നീട് അവർക്ക് മനസ്സിലായത്രേ, ഷാഫി പറമ്പിൽ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബന്ധപ്പെട്ടവരെല്ലാം അകത്ത് അഴിയണ്ണുന്ന ഒരു സാഹചര്യം വരുമെന്ന്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി 2ാമതൊരു കേസ് കൂടി ചെയ്തത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത്. ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അവിടെ പോലീസ് നിഷ്പക്ഷമായി പെരുമാറേണ്ട അടുത്ത് അവിടെ കോൺഗ്രസ് മനഃപൂർവ്വം പക്ഷപാതപരമായി പെരുമാറി എന്ന് മാത്രമല്ല, ഷാഫി പറമ്പലിനെ മർദ്ദിച്ചിട്ടില്ല, ഷാഫി പറമ്പിൽ MP മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസ് നേതൃത്വം ആദ്യം പറഞ്ഞിരുന്നതെന്നും എന്നാൽ പിന്നീട് അത് മാറ്റി പറഞ്ഞു. അത് അംഗീകരിക്കേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം അത് പോലീസുകാർ പറഞ്ഞെങ്കിലും പിന്നീട് അവർക്ക് മാറ്റി പറയേണ്ടി വന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പോലീസുകാരൻ മർദ്ദിച്ചു എന്ന് തന്നെ പറയേണ്ടി വന്നു. ഒരു പോലീസുകാരൻ പിന്നിൽ നിന്ന് അടിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം പുറത്തു വന്ന ദൃശ്യങ്ങളിൽ മനഃപൂർവ്വം അടിക്കുന്നതായിട്ടുണ്ട്. അതിനുശേഷം ആ പോലീസുകാരൻ പിന്നോട്ട് മാറിപ്പോകുന്നതും ആയിട്ടുമുണ്ട്. എന്നാൽ സംഭവമൊക്കെ കഴിഞ്ഞ ശേഷം ഇന്നലെ CPM നേതാവ് EP ജയരാജന്റെ ഒരു പ്രസ്താവന, മൂക്കിന്റെ പാലം മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി സൂക്ഷിച്ച് നടന്നോ ഇല്ലെങ്കിൽ ബാക്കി കൂടി പോകും എന്ന നിലയിലുള്ള ഒരു പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കാരണം മനഃപൂർവ്വമാണ് ഷാഫി പറമ്പലിനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവർ പരിശ്രമിച്ചതെന്നും അതിനി നടത്തും, അത് നടത്തിയ പിന്മാറൂ എന്നും EP ജയരാജൻ ഭീഷണിപ്പെടുത്തുകയാണ് എന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. EP ജയരാജൻ പറയുന്നത് ബോംബ് എറിഞ്ഞത് കോൺഗ്രസ് ആണ്, അത് നാടൻ ബോംബാണ് എന്ന് പറയുന്നുണ്ട്. നാടൻ ബോംബാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് EP ജയരാജന്റെ നാടൻ ബോംബാണ് എന്ന് തിരിച്ചറിഞ്ഞെന്നറിയില്ല. അവർ കൊണ്ടുവന്നത് കൊണ്ടാണോ അതോ അവരുണ്ടാക്കി കൊടുത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്ത് തന്നെ ആയിരുന്നാലും ബോംബ് എറിഞ്ഞിട്ടും പോലീസ് സംയമനം പാലിച്ചു എന്നും പക്ഷേ അവിടെ കോൺഗ്രസ് പ്രവർത്തകർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു പറയുന്നുണ്ട്. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പോലീസിന്റെ കയ്യിലിരിക്കുന്ന സ്ഫോടക വസ്തുവും അതുപോലെ ഷാഫി പറമ്പലിനെ എത്തി അടിക്കുന്നതും അതുപോലുള്ള ദൃശ്യങ്ങളും എല്ലാം പുറത്തു വന്നപ്പോൾ മനഃപൂർവ്വം ഷാഫി പറമ്പലിനെ വകവരുത്താൻ കൊല്ലാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാനായിരുന്നു, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഘർഷമായിരുന്നു അത് എന്ന് വ്യക്തമാണ്. അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുമെന്നും എന്ത് വില കൊടുത്തും കോൺഗ്രസ് നേതാക്കളും അതുപോലെ പ്രവർത്തകരുടെ ജീവനും അവരുടെ ജീവിതവും സംരക്ഷിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. ഏതറ്റം വരെയും ഈ കേസും ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നും UDF നേതൃത്വം കട്ടയ്ക്ക് തന്നെ പറയുന്നു. Different angles. Don't forget to subscribe and support this channel.